ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആൻസ്. ഇന്നത്തെ തിരുവാതിര ദിവസം ഭഗവാൻ ശിവൻ്റെ ജന്മനക്ഷത്രമായ തിരുവാതിര നാളിലാണ്. ശിവപാർവതി വിവാഹ ദിവസവുമായുമാണ് ഈ തിരുവാതിര ദിവസത്തെ കൊണ്ടാടുന്നത്. ഇതിൻ്റെ ബന്ധപ്പെട്ട് ഒരു കഥ എന്ന് പറയുന്നത് കാമദേവന് ഭഗവാൻ പുനർജന്മം നൽകിയെന്നും പുരാണങ്ങളിൽ പരാമർശിക്കുന്നു. ഇതിനെപ്പറ്റിയെല്ലാം വിശദമായി ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ ദശപുഷ്പങ്ങളുടെ വിശേഷതയും ഏവൊക്കെയാണ് ദശപുഷ്പങ്ങൾ എന്നതും ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ മറക്കരുതേ. ശ്രീ പാർവതി ദേവി തുടക്കം കുറിച്ച തിരുവാതിര വ്രതം കന്യകമാർ അതുപോലെ തന്നെ അനുരൂപരായ വരന്മാരെ ലഭിക്കുന്നതിന് വേണ്ടി മംഗള കാര്യങ്ങൾക്കായിട്ട് അതുപോലെ മംഗല്യവതികളായ മംഗമാർ കുടുംബ ഐശ്വര്യത്തിനും ദീർഘായുസിനുമെല്ലാം തിരുവാതിര വ്രതം നോക്കാറുണ്ട്. അതുപോലെ മകയിരം നാളിലാണ് എട്ടങ്ങാടി വയ്ക്കുന്നതെന്നുമുള്ള കാര്യങ്ങളും മകയിരം മക്കളുടെ അഭിവൃദ്ധിക്കാണെന്നുമെല്ലാം നേരത്തെ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൂടാതെ തിരുവാതിര ദിനത്തിൽ ജപിക്കേണ്ട മന്ത്രങ്ങളെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് അവിവാഹിതരായ പുരുഷന്മാർ ഏത് മന്ത്രമാണ് ഈ തിരുവാതിര ദിവസം ജപിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓം ഉമാമഹേശ്വരായ നമ. ഓം ഉമാമഹേശ്വരായ നമ. ഓം ഉമാമഹേശ്വരായ നമ. ഈ മന്ത്രം 108 തവണയാണ് ഇവർ ജപിക്കേണ്ടത്. അടുത്ത മന്ത്രം നോക്കാം. ഓം സോമായ നമ. ഓം സോമായ നമ. ഓം സോമായ നമ എന്ന മന്ത്രം 108 തവണയാണ് തിരുവാതിര വ്രതത്തിൽ ജപിക്കുന്നതിനും ഇഷ്ടഭർത്തൃപ്രാപ്തിക്ക് ഉത്തമമായ ഒരു മന്ത്രമാണിത്. ഇത് 108 തവണയോ 21 തവണയോ ഇഷ്ടാനുസരണം ജപിക്കാവുന്നതാണ്. ഏറ്റവും ഫലപ്രദം 108 തവണ ജപിക്കുന്നത് തന്നെയാണ്. ഇന്നേ ദിവസം ഇതിന് ശക്തി ഏറെയാണ് ഉള്ളത്. ഇനി അടുത്ത മന്ത്രം നോക്കാം. ഓം ശിവശൈത്യൈകരൂപിണ്യേ നമഃ. ഓം ശിവശൈത്യൈകരൂപിണ്യേ നമഃ. ഓം ശിവശൈത്യൈകരൂപിണ്യേ നമഃ എന്ന ഈ മന്ത്രം 108 തവണ ജപിക്കുന്നത് ദാമ്പത്യ ക്ലേശങ്ങൾ അകലാനും ഒരുമയ്ക്കും കുടുംബ ഭദ്രതയ്ക്കും നല്ലതാണ്. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ഇന്നേ ദിവസം ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ അവരുടെ ബന്ധം ദൃഢപ്പെടാനും മുന്നോട്ടുള്ള ജീവിതം സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞതാകാൻ ഈ മന്ത്രം സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മന്ത്രങ്ങൾ അവരവരുടെ ആവശ്യാനുസരണം ജപിക്കാവുന്നതാണ്. തിരുവാതിര ദിവസം ഉമയ്ക്കും അതുപോലെ തന്നെ ശിവനും പ്രാധാന്യമേറിയതാണ്. അതുകൊണ്ട് ഏവർക്കും അവരവരുടെ ഫലസിദ്ധി അതിവേഗത്തിൽ ലഭിക്കട്ടെ എന്നും പാർവതീദേവിയുടെയും പരമശിവൻ്റെയും അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ എന്നും തിരുവാതിര വ്രതം നോറ്റ് അതിൻ്റെ ഫലപ്രാപ്തി നിങ്ങൾക്ക് ഭഗവാൻ പെട്ടെന്ന് തന്നെ നൽകട്ടെ എന്നും പ്രാർത്ഥിച്ചു. അതുകൂടാതെ വീഡിയോയിൽ കാണുന്നത് ചൊല്ലാനും ശ്രമിക്കണേ. ഇനിയും ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഏതായാലും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, സീ യു.